നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IREDA. IREDA ഇന്ന് 5% ഉയർന്ന് ₹161.75 ക്ലോസിംഗ് നൽകി. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.66. IREDA എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് 30% റിട്ടേൺ നൽകി. ഇന്നത്തെ ദിവസവും സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസിംഗ് നൽകിയത്. അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. IREDA എന്ന കമ്പനി മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചതും പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിൽ IREDA എന്ന കമ്പനിക്ക് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ് IREDA എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 67% വർദ്ധിച്ച് 335 കോടിയായി മാറി. കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് കമ്പനിയുടെ നെറ്റ് NPA 2.03% നിന്നും 1.52% ഇടിയുകയും ചെയ്തു. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 44% വർദ്ധിച്ച് 868 കോടിയിൽ നിന്നും 1,283 കോടിയായി മാറുകയും ടോട്ടൽ ലോൺ ഗ്രോത്ത് 37,887 കോടിയിൽ നിന്നും 50,579 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിൽ 33.5% ലോൺ ഗ്രോത്ത് ആണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IREDA എന്ന കമ്പനിയുടെ നെറ്റ് വർത്ത് ഇയർ ഓൺ ഇയറിൽ 45.4% വർദ്ധിച്ച് 5,591 കോടിയിൽ നിന്നും 8,134 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഗ്രോസ് NPA 4.24% നിന്നും 2.90% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഉയരുന്നതും അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. IREDAയുടെ 52 വീക്ക് ലോ 50, 52 വീക്ക് ലോയിൽ നിന്നും സ്റ്റോക്ക് 161 എന്ന ലെവലിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 5% അപ്പർ സർക്യൂട്ട് കൂടി വന്നതോടുകൂടി സ്റ്റോക്ക് ഓവർബോട്ട് കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ഓവർബോട്ട് കാറ്റഗറിയിലെത്തിയ ഈ സ്റ്റോക്കിന് ബ്രോക്കേഴ്സ് നൽകുന്ന ടാർഗറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ GCL ബ്രോക്കിംഗ് പറയുന്നത്, പ്രധാനമന്ത്രി സൂര്യോദയ യോജനയിൽ കമ്പനി സൂര്യോദയ യോജനയുടെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് വരും സമയങ്ങളിൽ കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സൂര്യോദയ യോജന പ്രകാരം 1 കോടിയിലേറെ വീടുകളിലാണ് സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് IREDA എന്ന കമ്പനിയുടെ ബിസിനസ് ഗ്രോത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് GCL ബ്രോക്കിംഗ് IREDAയ്ക്ക് 240 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 139 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിപ്സ് ടു ട്രേഡേഴ്സ് എന്ന ബ്രോക്കേജ് ഏജൻസി 168 രൂപയുടെ ടാർഗറ്റാണ് IREDAയ്ക്ക് നൽകിയത്. 180 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 150 എന്ന സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 135 എന്ന ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റിയുണ്ട്. IREDA എന്ന കമ്പനി 30 വർഷത്തിലോ അതിലേറെ ദൈർഘ്യമോ ഉള്ള റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു മിനി രത്ന കാറ്റഗറിയിലെ PSU കമ്പനിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 150 സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 150 എന്ന സപ്പോർട്ട് സ്റ്റോക്ക് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ 125, 100 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 125ഉം 150ഉമാണ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് ടെക് മഹീന്ദ്ര. ടെക് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് ഇന്ന് 2.81% ഉയർന്ന് 1,405 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.38 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.5, ഡിവിഡൻഡ് ഈൽഡ് 2%. ടെക് മഹീന്ദ്ര എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടെക് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടായിരുന്നു. അനലിസ്റ്റുകൾ കമ്പനിയുടെ പ്രോഫിറ്റ് 45 മുതൽ 52% ഇടിയുമെന്ന് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നതാണ്. അതേസമയം 45 മുതൽ 52% പകരം കമ്പനിയുടെ പ്രോഫിറ്റ് 60% ഇടിയുകയും പ്രോഫിറ്റ് 510 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതുകൂടാതെ കമ്പനിയുടെ റവന്യൂ 4.6% വർദ്ധിച്ച് 13,101 കോടിയായി മാറി. ടെക് മഹീന്ദ്ര എന്ന കമ്പനിയിൽ നിന്നും 5.5 മുതൽ 7% റവന്യൂ ഡ്രോപ്പാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള റവന്യൂ ഡ്രോപ്പാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ ഇയർ ഓൺ ഇയറിൽ 5.7% ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ 1.1% ഉയരുകയും ചെയ്തു. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ 1.1% വർദ്ധിക്കുകയും ഇയർ ഓൺ ഇയറിൽ 5.4% ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ മാർജിൻ 5.4%-അടുത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അനലിസ്റ്റ് ടെക് മഹീന്ദ്ര എന്ന കമ്പനിയിൽ നിന്നും ഏകദേശം 400 മുതൽ 500 മില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ ആണ് പ്രതീക്ഷിച്ചത്. അതേസമയം 381 കോടിയുടെ ടോട്ടൽ കോൺട്രാക്റ്റാണ് കമ്പനി ഈ ക്വാർട്ടറിൽ നേടിയത്. അട്രീഷൻ റേറ്റ് 17% നിന്നും 10% ഇടിഞ്ഞത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ റേറ്റ് 86% നിന്നും 82% മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ടെക് മഹീന്ദ്ര എന്ന കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഇടിവ് വരുമെന്ന് മാർക്കറ്റ് ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. എന്നാൽ മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും ഉയർന്ന രീതിയിൽ പ്രോഫിറ്റ് ഇടിയുകയും മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ താഴ്ന്ന രീതിയിൽ റവന്യൂ ഇടിയുകയുമാണ് ചെയ്തത്. ടെക് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ ടെക്നിക്കലി നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു. 1250 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും 1400 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 1300-നടുത്താണ് ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അതായത് ടെക് മഹീന്ദ്ര എന്ന സ്റ്റോക്കിൽ ഇനി നമ്മൾക്ക് 1300 മുതൽ 1500-നിടയിലുള്ള മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഇന്ന് വന്ന ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ സ്റ്റോക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ 1280, 1300 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിച്ചേക്കും. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 1500 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്